ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസ് ഓൺ AI ഇൻ ഗ്ലോബൽ ഹെൽത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി പ്രതിജ്ഞകളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച് ഇന്ത്യ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഇന്ന് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുണ്യമാസത്തിലേക്ക് കടന്ന് വിശ്വാസികൾ. കേരളത്തിൽ റംസാൻ വ്രതാരംഭം ഇന്ന്. ICC പുരുഷ T20 ലോകകപ്പിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് 17 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോകമെമ്പാടുമുള്ള ഉന്നത വ്യവസായ നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും. ഒരു റിപ്പോർട്ട്. ഉച്ചയ്ക്ക് നടക്കുന്ന ലീഡേഴ്സ് പ്ലീനറിയിൽ രാഷ്ട്രത്തലവന്മാർ, മന്ത്രിമാർ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിലെ മുതിർന്ന പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. CEO വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിക്ഷേപം, ഗവേഷണ സഹകരണം, വിതരണ ശൃംഖലകൾ, AI സംവിധാനങ്ങളുടെ വിന്യാസം എന്നിവ ചർച്ച ചെയ്യും. സർവജനഹിതായ് സർവജന സുഖായ്, എല്ലാവർക്കും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം എന്നതാണ് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 പ്രമേയം. AI മേഖലയിൽ ഇന്ത്യയെ ഒരു നേതാവായി സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്പെയിൻ നൽകുന്ന പിന്തുണകളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ഫിൻലാൻഡ് പ്രധാനമന്ത്രി ആൻഡി പെറ്റേരി ഓർപ്പോ, സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രെ പെൻഗ്ലോവിച്ച്, എസ്റ്റോണിയൻ പ്രസിഡന്റ് അലാർ കാരിസ് എന്നിവരുമായും പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഭൂട്ടാൻ, ഖസാക്കിസ്ഥാൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ തുടങ്ങിയവയിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു. ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. വികസിത രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർമ്മിത ബുദ്ധിക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇംപാക്ട് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി മുൻഗണന നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. AI ഫോർ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന വിഷയത്തിൽ ധവളപത്രവും ശ്രീ അശ്വനി വൈഷ്ണവ് പുറത്തിറക്കി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ മറ്റന്നാൾ വരെ നീട്ടി. എക്സിബിറ്റർമാർ, ഇന്നൊവേറ്റർമാർ, സന്ദർശകർ എന്നിവരിൽ നിന്നുള്ള അനുകൂല പ്രതികരണം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം അറിയിച്ചു. നാളെയും മറ്റന്നാളും രാത്രി 8 മണിവരെ എക്സ്പോ തുറന്നിരിക്കും. ഇന്ന് എക്സ്പോയിലേക്ക് ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഇന്ത്യയുടെ സ്റ്റീൽ ഉപഭോഗം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 77 ദശലക്ഷം ടണ്ണിൽ നിന്ന് 152 ദശലക്ഷം ടണ്ണായി ഉയർന്നതായി സ്റ്റീൽ മന്ത്രാലയം. ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റീൽ ശേഷി 2030ഓടെ 300 ദശലക്ഷം ടണ്ണിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ സ്റ്റീൽ മന്ത്രാലയ സെക്രട്ടറി സന്ദീപ് പോണ്ട്രിക് പറഞ്ഞു. ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി പ്രതിജ്ഞകളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച് ഇന്ത്യ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ 3ാം ദിവസം 24 മണിക്കൂറിനുള്ളിൽ 2,50,000-ലധികം വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചെയ്തതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു. നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തപരമായ ഉപഭോഗത്തെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന അവബോധത്തെ ഇത് പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റൽ ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യ AI മിഷന്റെ കീഴിലായിരുന്നു രാജ്യവ്യാപകമായ AI ഉത്തരവാദിത്ത പ്രതിജ്ഞാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സ്ഥിരതയുള്ള സമുദ്രക്രമം ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം, വിശ്വാസം, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷ, സമൃദ്ധി തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മഹാസാഗർ ദർശനത്തെക്കുറിച്ചും രാഷ്ട്രപതി പരാമർശിച്ചു. International Fleet Review reflects unity, trust, and respect among nations for maritime traditions. Ships with different flags and sailors from different countries exhibit the spirit of togetherness. The spirit of togetherness is well captured in the theme of this review, United Through Oceans. It is a positive message to the global community. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും ഇന്നലെ ന്യൂഡൽഹിയിലെ എയിംസിൽ ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസ് ഓൺ AI ഇൻ ഗ്ലോബൽ ഹെൽത്ത് ഉദ്ഘാടനം ചെയ്തു. ആഗോള ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യ ഫ്രാൻസ് സഹകരണം ഇത് ശക്തിപ്പെടുത്തും. ആരോഗ്യ സംരക്ഷണ രംഗത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പരിഹാരങ്ങൾ, ഗവേഷണം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര പങ്കാളിത്തവും അക്കാദമിക് മികവും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയെ അമേരിക്കയുമായി കടലിനടിയിലൂടെ കേബിളുകൾ വഴി ബന്ധിപ്പിക്കുന്ന അമേരിക്ക ഇന്ത്യ കണക്ട് ശൃംഖല പ്രഖ്യാപിച്ച് ഗൂഗിൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ $15 ബില്യൺ നിക്ഷേപത്തിൽ സഹകരണ അടിസ്ഥാനത്തിലാവും സൌകര്യം വികസിപ്പിക്കുക. ഇന്ത്യയെ സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന 3 പുതിയ സബ്സീ പാതകളും 4 തന്ത്രപ്രധാന ഫൈബർ ഒപ്റ്റിക് റൂട്ടുകളും സ്ഥാപിക്കുമെന്നും ഗൂഗിൾ CEO സുന്ദർ പിച്ചെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പറഞ്ഞു. Today we are announcing the India-America Connect initiative, which will deliver new subsea cable routes to increase AI connectivity between the US, India, and multiple locations across the southern hemisphere. To take advantage of the opportunities this infrastructure creates, we must also invest in people and skilling, which is why we are announcing some of our most ambitious skilling programs here. This includes a new Google AI professional certificate program to help people master AI in their work. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഇന്ന് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. കേരളത്തിൽ റംസാൻ വ്രതാരംഭം ഇന്ന്. സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ മുതൽ റംസാൻ പ്രാർത്ഥനകൾക്ക് തുടക്കമായി. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നലെ വ്രതം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. റംസാൻ മാസം സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെയെന്ന് ആശംസിച്ച പ്രധാനമന്ത്രി എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെയെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ SIR പ്രക്രിയയുടെ ഭാഗമായി വോട്ടർമാരുടെ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും അസിസ്റ്റന്റ് ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹിയറിംഗ് പൂർത്തിയായപ്പോൾ 1,15,000 രേഖകൾ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഒരു അപേക്ഷ നിരസിക്കപ്പെട്ടാൽ കാരണം വ്യക്തമാക്കണമെന്ന് കമ്മീഷൻ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിക്കപ്പെട്ടതായി കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ICC പുരുഷ T20 ലോകകപ്പിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് 17 റൺസ് ജയം. ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് നേടി. ശിവം ദുബെ 31 പന്തിൽ നിന്നും 66 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ നെതർലാൻഡ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടി. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ ഞായറാഴ്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. കാൻബറയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം. സിഡ്നിയിൽ നടന്ന ആദ്യ T20യിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസ് ഓൺ AI ഇൻ ഗ്ലോബൽ ഹെൽത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി പ്രതിജ്ഞകളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച് ഇന്ത്യ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഇന്ന് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുണ്യമാസത്തിലേക്ക് കടന്ന വിശ്വാസികൾ. കേരളത്തിൽ റംസാൻ വ്രതാരംഭം ഇന്ന്. ICC പുരുഷ T20 ലോകകപ്പിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് 17 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.